ഞാനിപ്പോൾ നിൽക്കണത് ഇല്ല, നിങ്ങൾ നിൽക്കണേ, ക്യാമറ എടുക്കണേ, ഈ വീഡിയോ ഫിലിം എടുക്കണേ, നിങ്ങൾ നിൽക്കണേ ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലൈവുഡ് കമ്പനി ഇൻ ഇന്ത്യ സ്റ്റാൻഡേർഡ് ഫർണിച്ചർ കമ്പനിയിലാണ്. സ്റ്റാൻഡേർഡ് ഫർണിച്ചർ കമ്പനിയിൽ മരം അൺലോഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ കളക്ടറായിരുന്ന കനോലി സാഹിബ് ആയിരുന്നു മലബാർ കളക്ടർ. അപ്പോൾ കനോലി സാഹിബിൻ്റെ കാലത്ത് ഉണ്ടായതാണ് ഈ കനോലി കനാൽ, അയാളുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇന്നത്തെ നമ്മളെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കത്തിനും മറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കനോലി കനാൽ ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടാക്കിയതാണ് ഇത് സാധനം. ഇന്നത്തെ മാതിരത്തെ യന്ത്ര സാമഗ്രികളോ JCB ഒന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യന്മാർ അധ്വാനിച്ച് കൈകൊണ്ട് കുഴിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ കനോലി കനാൽ. 1906 മുതൽക്ക് 1200ഓളം ആള് 3 ഷിഫ്റ്റ് പണിയെടുത്ത ഒരു വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു ഇത്. മരത്തിന് പലരും ആശ്രയിച്ചിരുന്നത് കല്ലായിനെയാണ്. ഈ മരവ്യവസായങ്ങൾ മുഴുവൻ നമ്മുടെ കല്ലായി പുഴയുടെ തീരത്തുണ്ടാവുക. കല്ലായി എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിന് ബേപ്പൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒരു 7 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് മിഡിൽ വരുന്നൊരു സ്ഥലമാണ് കല്ലായി എന്ന് പറഞ്ഞ ഈ ഏരിയ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് നമ്പർ അടിക്കുന്ന പണിയാണ്. അന്നൊരു 100 കഷ്ണം നമ്പർ വെച്ചാൽ 4 ഉറുപ്പ്യ കിട്ടും. അപ്പോൾ ഈ കണ്ടില്ല ഞങ്ങൾ മഴ ഇത് കണ്ടില്ല, വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ആവശ്യത്തിന് കരക്കി കയറ്റി ഈരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മരം മാത്രമല്ല, തടി കൊണ്ടുവരാനും പുഴ കൂടിയേ വരിക. ഇന്നത്തെ മാതിരി ലോറിക്കല്ലല്ലോ, വെള്ളത്തിൽ കൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള സൗകര്യം, അത് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഒക്കെ വെച്ചുകൊണ്ട് ഈ കല്ലായി പുഴയുടെ തീരത്താണ് ഇവരിത് ഈ മരവ്യവസായങ്ങൾ മൊത്തം. ഇവിടെ മരത്തിൻ്റെ പണി പറഞ്ഞാൽ നമ്മളും മൂപ്പന്മാർ പറഞ്ഞ മരം വെള്ളത്തിലിറങ്ങി മരം കെട്ടിക്കൊട്ട് കമ്പിയിൽ കൊടുക്കുന്ന പണിയാണ്. തൊഴിലാളികൾ കമ്പി കൊണ്ട് മറച്ച് അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം കൊണ്ട് പുഴയിലേക്ക് മറച്ച് വെള്ളത്തിലിട്ട് വേലിയേറ്റ സമയത്ത് തൂക്കി അടുത്ത മില്ലിൽ കൊണ്ടുപോയി അപ്പുറത്തെ മില്ലിൽ കൊണ്ടുപോയി പണിയെടുത്ത് ഈർന്ന് സൈസാക്കി മദ്രാസ്, ബോംബെ, പൂനെ, എപ്പോഴും ബോംബേക്കും പൂനെക്കും ഈ പ്ലാങ്സ് പോകുന്നുണ്ട്. പൂനെ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മുഴുവൻ സപ്ലൈ ചെയ്ത് കല്ലായി തന്നെ പറയാം. ചെറിയൊരു വയസ്സിലിറങ്ങിയ ആളാണ് നമ്മൾ. അന്ന് പണ്ട് ചാണ്ടിറക്കുന്ന പണിയാണ്, അങ്ങനെ പഠിച്ച പണിയത്. അങ്ങനെ നമ്മൾ പൈസ ഒന്നും കിട്ടൂല. അന്ന് ചോറ് കഴിക്കുക, ചായ പിടിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല, അങ്ങനെ പഠിച്ച പണിയാണ്. അതായത് നമ്മൾ അഴിമുഖമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഈ കല്ലായി പുഴയുടെ ഒരു ആക്സസ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ഉപ്പുവെള്ളം ഉണ്ടാവുക. അപ്പോൾ ഈ ഉപ്പുവെള്ളത്തിൽ മരമിട്ട് കഴിഞ്ഞാൽ മരം ഒരു കാലത്തും കേടുവരില്ല. പിന്നെ മരവ്യവസായം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ വരുന്ന കാലത്തൊക്കെ ഇവിടെ ചുരുങ്ങിയത് ഒരു 10-50 ലോറി ഉണ്ടാവും കല്ലായി മേഖലയിൽ, 4 റോഡിലായിട്ട് ഇറക്കൽ. രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ മരം ഇറക്കുന്ന പണി, മരം കൊണ്ടുപോകുന്ന പണി, എല്ലാ മില്ലുകളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലേക്ക് മുഖ്യമായും റെയിൽവേ സ്ലീപ്പർ സപ്ലൈ ചെയ്ത് അന്ന് കല്ലായി നിന്നായിരുന്നു. മുള, കയങ്ങ്, എല്ലാ മരമൊക്കെ വരുന്ന തേക്ക്, മാവ് ഒക്കെ വരുന്ന അന്ന് അങ്ങനെ. ഈ കുറ്റ്യാടി നാദാപുരം ഭാഗത്തു നിന്നൊക്കെ നാളികേരം, ചൂടി, അതേമാതിരി തന്നെ ചിരട്ട, ചകിരി മുതലായ സാധനങ്ങൾ ഒക്കെ വന്നിരുന്നത് ഈ കനാലിലൂടെയായിരുന്നു. നമ്പർ തോണി എന്ന് പറഞ്ഞ ഒരു തോണി വരലുണ്ട്, ഭയങ്കര തോണി, ഒരു ബോട്ടിനേക്കാളൊക്കെ വലിപ്പമുള്ള തോണികളാണ്. ആ തോണിയൊക്കെ വന്നിരുന്ന കനാലാണ്. നമ്മൾ എടുക്കുന്ന കാലത്തൊക്കെ പാണ്ടി 2 പാണ്ടി ഇപ്പോൾ ഒരാളത്തോട് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരു വൈകുന്നേരമായി കിട്ടും. ഈ വ്യവസായ മേഖല അങ്ങനെ വളർന്ന് ഇന്ത്യ മുഴുവനും, അതായത് ഗുജറാത്തിലൊരു വീടിന് ഓടുണ്ടെങ്കിൽ അതിന് റീപ്പർ കല്ലായി നിന്ന് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്നതിന് പുറകിൽ കാണുന്ന ഈ ക്രെയിൻ ഉണ്ടല്ലോ, ഇത് മരവ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണിത്. ഇത് ഈ പുഴയിൽ കിടക്കുന്ന മരം ഇതിലൂടെയായിരുന്നു ഒരു കമ്പി ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് ഇരുമ്പിൻ്റെ റോപ്പിൽ കയറ്റിയിട്ടാണ് മില്ലിലേക്ക് കൊണ്ടുവരിക. അതായത് പരമാവധി മാൻ പവർ കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ്. പിന്നെ പുഴ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ പുഴയിൽ ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ എത്ര നല്ല മീനുകളുണ്ടാവും. ഇന്ന് മീനും ഇല്ല. പുഴയിൽ ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് ഫുള്ള് തേച്ചാൽ ശരീരം വൃത്തിയാവില്ല. കാരണം അത്രയും കൂടുതൽ ഈ ചണ്ടികളും അതും ഇതൊക്കെ പല ഭാഗത്തുനിന്ന് വന്നിട്ട് പുഴ വളരെ മോശമായി പോയി. ഇന്നത്തെ കാലം ഈ പണിക്ക് കൊണ്ടുവരുന്ന നമുക്ക് തോന്നില്ല. മക്കളെ കൊണ്ടുവരുന്ന നമ്മൾ വിചാരിക്കില്ല, നമ്മൾ കൊണ്ടുവരില്ല. അതാ വിചാരിക്കുന്നത്, കൊണ്ടുവരില്ല. ചളിയിലേക്ക് മക്കൾ ഇറങ്ങാൻ വരുമില്ല. കരക്കെ തന്നെ പണി എടുത്തിട്ട് 10 രൂപ ഇത് അത് കിട്ടാത്ത ആൾക്കാർ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പം പണ്ടത്തെ മാതിരിയുള്ള പേര് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്, കച്ചവടം വളരെ മോശം. കുറഞ്ഞ മില്ലുകൾ മാത്രമേ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പം മരമൊന്നും വരുന്നില്ല. ആദ്യമൊക്കെ മരം ഇങ്ങനെ വരലും ചോടിറക്കലും ഒക്കെ കൂടെ ജഗമായ പണിയെടുക്കലാണ്. ഇപ്പം പണി കുറവാണ്. മരവ്യവസായം കല്ലായിനെ സംബന്ധിച്ചിടത്തോളം അസ്തമിച്ച സമയമാണ് ഇപ്പോൾ. അങ്ങനെ കല്ലായി ഒരു
ഒരു ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു. ഇന്ന് അതെല്ലാം പോയി, സോമില്ലുകളുടെ എണ്ണം എല്ലാം കുറഞ്ഞു, തൊഴിലാളികളെല്ലാം പുതിയ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് വരാതായി, ഇവിടെ സാധനങ്ങൾക്ക് ഓർഡർ ഇല്ലാതെയായി. അങ്ങനെ ഈ വ്യവസായം ഇങ്ങനെ പുഷ്കിച്ച് ഈ അവസ്ഥയിലെത്തി. ഇവിടെ കച്ചവടം ചെയ്ത് കുറേ കാലം കഴിഞ്ഞ് കുറേ അങ്ങോട്ടായി ഇങ്ങോട്ടായി അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മരവ്യവസായ മേഖല തകർച്ചയിലേക്കാണ്. അതുകൊണ്ട് ഇതിനെന്ത് പ്രതിവിധി എന്ന് കണ്ടുപിടിക്കാൻ ആരും തയ്യാറില്ല.